ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഹെയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടിരിക്കുന്ന ചെമ്പരത്തി താളിയുടെ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് എന്നോട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചെമ്പരത്തി താളി തേക്കുമ്പം എത്ര നേരം അത് തലയിലിട്ട് വെക്കണം എന്നുള്ളത്. അത് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മസാജ് ചെയ്തിട്ട് കഴുകിക്കളയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 2 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ കഴുകിക്കളയാം. ഇപ്പം നീർക്കെട്ടൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നീരൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അധിക നേരം തലയിൽ ചെമ്പരത്തി താളി ഇട്ട് വെക്കുന്നത് അത്ര നല്ലതല്ല. കാരണം ജലദോഷമൊക്കെ പിടിക്കും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെമ്പരത്തി താളി കഴുകിക്കളയുന്നതാണ് നല്ലത്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അപ്പോൾ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് തലയിലുണ്ടാകുന്ന പേനും ഈരും ഒക്കെ എങ്ങനെ നമുക്ക് നാച്ചുറലായിട്ട് കളയാം എന്നുള്ളതാണ്. കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ നേരിടുന്ന പ്രശ്നമാണ് തലയിലുള്ള പേൻ എന്ന് പറയുന്നത്. തലയിൽ പേൻ ഉണ്ടെങ്കിൽ നമ്മൾ നല്ല ചൊറിച്ചിലായിരിക്കും. അപ്പോൾ ചൊറിഞ്ഞ് സ്കാൽപ്പ് ചുവന്ന് തടിച്ച് വരാനുള്ള ചാൻസും ഉണ്ട് ഒത്തിരി ആകുമ്പോൾ. അപ്പോൾ ഇത് കളയുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. എത്ര റെമഡി നോക്കിയിട്ടുണ്ടെങ്കിലും അത് ഒന്നും കംപ്ലീറ്റ് ആയിട്ട് മാറുന്നുണ്ടാവില്ല. പക്ഷേ ഈ ഒരു റെമഡി എന്ന് പറയുന്നത്, ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു റെമഡി എന്ന് പറയുന്നത് നല്ല എഫക്റ്റീവായിട്ടുള്ള 100% എഫക്റ്റീവായിട്ടുള്ള ഒരു നാച്ചുറൽ റെമഡിയാണ് പേനിനും ഈരിനും ഒക്കെ. ഈ ഒരു കൂട്ടുണ്ടാക്കാനായിട്ട് വേണ്ടത് ആകെ 3 ഇൻഗ്രീഡിയൻസ് ആണ്. അതിലൊന്നാണ് തുളസി എന്ന് പറയുന്നത്. ഒത്തിരി വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിരിക്കുന്ന ഒരു ചെടിയാണ് തുളസി. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണങ്ങളും ഒരുപാടാണ്. സൗന്ദര്യ സംരക്ഷണത്തിനും മുടി വളർച്ചയ്ക്കും ഒക്കെ തുളസി ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാത്തരം ഹെയർ ഇഷ്യൂസിനും തുളസി ഉപയോഗിക്കാറുണ്ട്. ഏത് രീതിയിൽ ഉപയോഗിച്ചാലും തെറ്റില്ല. തുളസിയുടെ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി വൈറൽ പ്രോപ്പർട്ടി കാരണം നമ്മുടെ തലയോട്ടിനെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ അത് സഹായിക്കും. പിന്നെ പേൻ ശല്യം ഒഴിവാക്കാനും തുളസി ഒരു ബെസ്റ്റ് ചോയ്സ് തന്നെയാണ്. അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ആര്യവേപ്പില അഥവാ നീം ലീവ്സ്. ആര്യവേപ്പില ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഇലയാണ്. സ്കിൻ കെയറിനാണെങ്കിലും ഹെയർ കെയറിനാണെങ്കിലും. ചിക്കൻ പോക്സ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആര്യവേപ്പില ഇട്ട് തിളപ്പിച്ച വെള്ളത്തിലാണ് സാധാരണ കുളിക്കാൻ പറയാറ്. മുടിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ആര്യവേപ്പിലയുടെ നീരോ അല്ലെങ്കിൽ പൗഡറോ ഒക്കെ യൂസ് ചെയ്യുന്നത് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നതിന് പുറമെ സ്കാൽപ്പ് ക്ലീൻ ആക്കാനും പേൻ പോലെയുള്ള ഹെഡ് പാരസൈറ്റ്സ് ഒക്കെ ഇല്ലേ അതിനൊക്കെ ഇല്ലാതാക്കാനും സഹായിക്കും. അതായത് ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടിയാണ് ആര്യവേപ്പിലേക്കുള്ളത്. അതുകൊണ്ടാണ് ഈ പാരസൈറ്റ്സിനെയൊക്കെ അത് കളയുന്നത്. മൂന്നാമത് ഞാനിവിടെ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വെളുത്തുള്ളിയാണ്. ആരോഗ്യ കാര്യത്തിന് മാത്രമല്ല വെളുത്തുള്ളി മുന്നിൽ നിൽക്കുന്നത്. ഹെയർ ട്രീറ്റ്മെൻറ്റിനാണെങ്കിലും വെളുത്തുള്ളിയുടെ ഉപയോഗം വളരെ അധികമാണ്. തലയിലെ പേൻ ശല്യം മാറ്റുന്നതിന് ഒരു ബെസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത്. വെളുത്തുള്ളി മാത്രമായിട്ട് നമുക്ക് പേൻ ശല്യത്തിന് ഉപയോഗിക്കാം. അരച്ച് തേച്ച് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സീക്രട്ട് കൂട്ടിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു 4-5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ തുളസി പൂവോട് കൂടിയിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. തുളസി ഒരു കയ്യിൽ എത്രയാണോ കിട്ടുന്നത് അത്രയും. പിന്നെ ഒരു 3 തണ്ട് ആര്യവേപ്പില എടുത്തിട്ടുണ്ട്. ആര്യവേപ്പിലയുടെ ഇലയാണ് കേട്ടോ വേണ്ടത്. ഈ തണ്ട് നമുക്ക് ഒഴിവാക്കണം. ഓക്കെ, ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നല്ല പോലെ അരച്ചെടുത്തിട്ട് അത് തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് മിക്സിയുടെ ചെറിയ ജാറിലേക്കാണ് ഇടാൻ പോകുന്നത്. എല്ലാം കൂടി നമുക്ക് ഇട്ട് വെക്കാം. കണ്ടില്ലേ, ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. വെള്ളം ചേർത്തിട്ടാണ് അരച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ എണ്ണ നന്നായിട്ട് ഇട്ടിട്ടുണ്ട് തലയിൽ. നന്നായിട്ട് കാണുന്നുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾക്ക്. ഇനി മൊത്തം തലയോട്ടിയിലാണ് ഞാൻ എണ്ണ തടവിക്കുന്നത്. പിന്നെ മുടിയിലും കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കൂട്ട് എടുത്ത് തലയിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ.
തലയുടെ പിറകു ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. സ്കാൽപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ നമ്മുടെ എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കുക. ഇനി ഒരു 10-15 മിനിറ്റ് ഇത് തലയിൽ തന്നെ വെച്ചിരിക്കുക. 15 മിനിറ്റ് കൂടുതൽ വെക്കണ്ട. എന്നിട്ട് നന്നായിട്ട് കഴുകിക്കളയുക. സ്കാൽപ്പൊക്കെ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് കഴുകിക്കളയുക. ഇതൊരു 10-15 ദിവസം ഇങ്ങനെ അടുപ്പിച്ച് ചെയ്യരുത്. ഒരു ആഴ്ചയിൽ 2 തവണയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പെയിൻ അങ്ങ് എന്താ പറയുക, ഇതിൻ്റെ സ്മെല്ലിന് നന്നായിട്ട് പോകും. ഇതിപ്പോൾ ബാഡ് സ്മെല്ലൊന്നുമല്ല, പക്ഷേ ഇതിൻ്റെ ഒരു അടിക്കുന്ന ഒരു സ്മെല്ലിൽ നന്നായിട്ട് പെയിനൊക്കെ പോവും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഞാൻ വാഷ് ചെയ്ത് കളയാൻ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി സക്സസ് ആയിട്ടുണ്ടെങ്കിൽ എന്ന് പറയാം കേട്ടോ. ഇതുപോലെ വേറൊരു ടിപ്പുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.